ഹലോ. ഇന്ന് നമുക്ക് അധികം മസാലകളൊന്നും ചേർക്കാതെ സാധാരണ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള അതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ നിറയെ പെരിഞ്ജീരകമാണ്. പിന്നെ ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പൂ ഒരു 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായ. കുരുമുളക് എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ പട്ട എടുത്തിട്ടുണ്ട്, കറുവാപ്പട്ട ഉണ്ടല്ലോ, അതൊരു 2 കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് ചേർക്കുന്ന 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ചേർക്കുന്ന 2 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആ പൊടി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി ഉള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ശേഷം ഒരു പാൻ എടുക്കുക, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവാള. ഇപ്പോൾ ഈ ഒരു ചിക്കന് വേണ്ടിയിട്ട് ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 5 മതി, ചെറുതാണെങ്കിൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ. 5 സവാള എടുത്ത് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പകുതി വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി, ഒരു 2 വലിയ തക്കാളി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ പോകുമ്പോഴേക്കും സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. കാരണം ഈ സവാള വഴന്ന് കിട്ടുന്നതാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മുളക് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അല്ല കറിയുടെ പാകം വേണമെങ്കിൽ എത്രത്തോളം നമുക്ക് ചാറ് വേണോ അത്രത്തോളം വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുമ്പോൾ ആ ഗ്രേവി കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ മസാലകളൊന്നും അധികം ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തുള്ള മസാലകളാണ് കേട്ടോ ചേർത്തത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്